ഹായ് ഹലോ അസ്സാം വലൈക്കും. അതേപോലെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾ, പേരൻസ് മാത്രം കേൾക്കുക. നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ മക്കൾ അതുപോലെ ചുറ്റിനുമുള്ള പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ വീഡിയോസ് നിർബന്ധമായിട്ടും കേൾക്കണം. നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ലോകം എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് ദൈനംദിനം ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എങ്കിൽ കൂടിയും പെൺകുട്ടികളെന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും സുരക്ഷിതമാണോ അല്ലെങ്കിൽ അവർ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം ഇന്ന് എവിടെ പോയാലും നമുക്ക് സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഉപ്പയുടെ കൂടെ, സ്വന്തം ഉമ്മയുടെ കൂടെ ഒന്ന് ലാളനകൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവരോടൊത്തൊന്ന് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനോ അവർക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ പെൺമക്കളൊക്കെ ജീവിച്ചു പോകുന്നത്. കുറേയേറെ ഒരു പരിധി വരെ നമ്മളതിനൊക്കെ പറയും രക്ഷിതാക്കൾ തന്നെയാണ് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം എന്ന്. എങ്കിൽ ഞാനൊന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, വീട്ടിൽ സ്വന്തം മകളെ ഉപയോഗപ്പെടുത്തുന്ന ഉപ്പ, അല്ലെങ്കിൽ സ്വന്തം മകളെ സ്വന്തം പെങ്ങളെ ഉപയോഗപ്പെടുന്ന ആങ്ങള, അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടൊക്കെ പറയാറുണ്ട്, പണ്ടത്തെ അതായത് ഉപ്പാപ്പ ഉമ്മാമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു അല്ലേ. നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ചെറുകഥകൾ, പാട്ടുകൾ, അങ്ങനെ ഒത്തിരിയേറെ ഓർമ്മകൾ ഉള്ള മനുഷ്യരായിരുന്നു അവരൊക്കെ. പക്ഷേ ഇന്ന് അവർ കാലം അതിനൊക്കെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് സെക്സിലേക്കും മറ്റുള്ള രീതികളിലേക്കും അവരെ ചിന്തകൾ വളർന്നു പോകുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികൾ വളർന്നു പോകുന്നു. തൻ്റെ മാറോട് ചേർത്ത് നിർത്തേണ്ട കൊച്ചുമക്കളെ അതുപോലെ സ്വന്തം മക്കളെ അവരെയൊക്കെ മറ്റൊരു കണ്ണിലൂടെ സെക്ഷലി എന്ന ആ ഒരു വേർതിരിവിലൂടെ അങ്ങനെ ആ കണ്ണുകളിലൂടെ കണ്ട് അവർ പരുന്ത് തക്കം പാർത്ത് നിൽക്കുന്നത് പോലെ അവരെയൊക്കെ റാഞ്ചാൻ നിൽക്കുന്ന ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറൊക്കെ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റി അല്ലേ. ഈ വീഡിയോസ് കാണുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ആദ്യം സുരക്ഷിതമാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുന്നത് നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടവർ തന്നെയാണല്ലേ. എല്ലാവരും പറയും 10 മാസം ചുമന്നിട്ട് പ്രസവിച്ച മക്കളാണ് നിങ്ങളൊക്കെ. മക്കളെ കയ്യിൽ നിന്ന് നമ്മളൊരു മൈനോട്ടായ ഒരു കാര്യം, അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്, ഒന്നുമില്ലെങ്കിൽ നിന്നെ 10 മാസം വയറ്റിലിട്ടതല്ലേ എന്നുള്ളത്. അതേസമയം 10 മാസം വയറ്റിലിട്ട് ചുമന്ന് ഉണ്ടായ മക്കളെ അവർക്ക് യാതൊരു വിലയുമില്ലാതെ, അവർ യാതൊരു തരത്തിലും മനസ്സിലാക്കാതെ കടന്നു പോകുന്ന ഒരു കൂട്ടം വേറെയും നമ്മുടെ ഇടയിലുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ആ രീതിയിലൊക്കെ എങ്ങനെ നമുക്ക് മാറ്റാം? ആദ്യം നമുക്ക് നമ്മുടെ മക്കൾക്ക് തുറന്ന് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പല മക്കളും പല രീതിയിലുള്ള പലരെയും ഭയക്കുന്നു, പല രീതിയിലുള്ള അപകടങ്ങൾ അവർ മുന്നിൽ കാണുമ്പോഴും നീ ഇത് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഇന്ന രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യും എന്ന രീതിയിൽ അവരെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹം അത് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം. കഴിഞ്ഞിടെ ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയുണ്ടായി, ഗ്രാൻഡ് ഫാദർ കൊച്ചുമകളെ ഉപയോഗപ്പെടുത്തുന്നു, ഇത് പുറമേ നിന്ന് കാണുന്ന ഗ്രാൻഡ് മദർ അതിന് കൂട്ടു നിൽക്കുന്നു. എത്ര ദയനീയമായ വാർത്ത അല്ലേ. അങ്ങനെ ചെറിയ ഒരു 3.5 വയസ്സ് മുതൽ 1 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും ഉപയോഗപ്പെടുത്തി, അത്രയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ സുഖം മാത്രം കണ്ടെത്തുന്ന ഒരു സൊസൈറ്റിയിൽ കൂടി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരിയേറെ അലോടാകേണ്ടതുണ്ട്. അച്ഛനില്ലാത്ത മക്കളാണെങ്കിൽ ഒരു അമ്മ അത്രത്തോളം ആ മക്കളെ വളർത്താനും ആ മക്കളെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അത്രയേറെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പകരം ഏൽപ്പിച്ചിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വീട്ടിലുള്ള മുതിർന്നവരെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് പറയാൻ ആരുമില്ല. ഭർത്താവ് മരണപ്പെട്ടു പോയവരായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരായിരിക്കാം.
ഇതാരോട് പറയാം? പക്ഷേ അങ്ങനെയുള്ളവർക്കും ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് വഴികൾ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിനൊക്കെ നമ്മൾ ആദ്യം ഒരു ഫിനാൻഷ്യലി അത്രയും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മുന്നിൽ ആദ്യം വരുന്ന ചോദ്യം, അതിനൊക്കെ പൈസ ചിലവാക്കണ്ടേ? എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു സ്ഥലത്ത് മക്കളെ സേഫായ സ്ഥലത്ത് നമ്മൾ ചേർക്കണമെങ്കിൽ അവരെ അവിടെ ആക്കിയിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊക്കെ പൈസ ആകത്തില്ലേന്ന്. കുഞ്ഞമ്മമാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പൈസ എത്രത്തോളം തന്നെയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ആ മക്കളെ സെക്ഷലിയുള്ള കാര്യങ്ങളിലേക്ക് ഉന്തിയിടുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാണ്ട് അവരെ ഉദരത്തിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിയുന്നത് ഒരു പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്തായിരിക്കും എൻ്റെ മക്കൾ ഇന്ന ചതിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിനേക്കാളും എത്രയോ നല്ലത് തന്നെയല്ലേ നമ്മൾ അവരെ സേഫ് നോക്കിയിട്ട് അവരെവിടെയെങ്കിലും നല്ല സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് ഏർപ്പെടാമെന്നുള്ളത്. മറ്റൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം പെങ്ങളെ തിരിച്ചറിയാത്ത, സ്വന്തം അമ്മയെ തിരിച്ചറിയാത്ത ഒരു കൂട്ടർ വേറെയുമുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നിങ്ങളെ മക്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മക്കൾക്ക് എല്ലാം പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് എക്സാമിന് മാർക്ക് കുറയുമ്പോഴും മറ്റേതെങ്കിലും അവരെ ഭാഗത്തുനിന്ന് ഉള്ള തെറ്റ് കാണുമ്പോഴും നമ്മൾ ശാസിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുഞ്ഞിന് എക്സാമിന് അത്രയും നല്ല ടോപ്പായിട്ട് പഠിക്കുന്ന മക്കൾക്ക് പെട്ടെന്ന് യാദൃശികമായിട്ട് എക്സാമിൽ മാർക്ക് കുറയുന്നു. നമ്മൾ ആദ്യം പറയലെന്താണ്? നിനക്ക് കളി കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് നിനക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷേ അതിനു പകരം എവിടെയാണ് എൻ്റെ മക്കൾക്ക് ഫാൾട്ട് പറ്റിയത്, എവിടെയാണ് എൻ്റെ മക്കൾക്ക് വീഴ്ച പറ്റിയത് എന്നുള്ളത് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മളോട് പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അവർക്ക് എപ്പോഴും എന്ത് പറയാൻ വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുക. എസ്പെഷ്യലി ഈ പറഞ്ഞതുപോലെയുള്ള ചെറിയ മക്കൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ മക്കളെ പോലും ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അവർക്ക് ഓരോ കാരണമെങ്കിലും അവരെ ആ ഒരു ഏജിനനുസരിച്ചിട്ട് കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പെൺകുട്ടികൾ പീരീഡ്സ് ആകുന്ന ഒരു ടൈം ഉണ്ടല്ലേ, ഇത്ര വയസ്സ് മുതൽ അവർക്ക് പീരീഡ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നുള്ളത്. ഇപ്പം ശരീരത്തിൻ്റെ പല ഹോർമോൺ വ്യത്യാസം കൊണ്ട് തന്നെ ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് ചെറിയ മക്കളിൽ ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ അവർക്ക് പീരീഡ്സിൻ്റെ സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ പുറകിലോട്ട് വന്നിട്ടുണ്ട്. മുമ്പെയൊക്കെ നമ്മൾ പറയും 9 വയസ്സ് മുതൽ അല്ലെങ്കിൽ 7 വയസ്സ് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിന്. പക്ഷേ ഇപ്പോൾ അതിന് മുമ്പേയൊക്കെ ഈ പീരീഡ്സ് ആകുന്ന മക്കളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് നാച്ചുറലായിട്ട് അവർ ശരീരത്തിലുണ്ടാകുന്ന ചില ഹോർമോണിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ വിചാരിക്കും ഇത്ര വയസ്സ് മുതൽ നമ്മളെ മക്കളും വയസ്സറിഞ്ഞ് അഥവാ പീരീഡ്സ് ആകും എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു തോട്ട് അങ്ങനെയാണ്. പക്ഷേ അതിനൊക്കെ മുമ്പേ നമ്മുടെ മക്കൾക്കൊക്കെ പീരീഡ്സ് ചിലപ്പോൾ മേ ബി ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ പീരീഡ്സ് ആകുന്ന കാര്യങ്ങൾ പോലും ഒരു വയസ്സാകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കാതെ ഇങ്ങനൊരു സാധനം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നിൻ്റെ ലൈഫിൽ നടക്കാനുണ്ട്, ഇതിന് വേണ്ടിയിട്ട് നീ മോള് പ്രിപ്പയർ ആയിരിക്കണം, മോള് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങളായിട്ട്, പേരൻസായി നിങ്ങളായിട്ട് ഉണ്ടാക്കുക. സ്വന്തം ഭർത്താവിനെ ആകട്ടെ, സ്വന്തം ഗ്രാൻഡ് മദർ, അങ്ങനെ വീട്ടിലുള്ള ആരും തന്നെ ആകട്ടെ, നിങ്ങൾ കാണാത്ത ഒരു മാറ്റം നിങ്ങളെ പെൺമക്കളോട് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, വേറൊരു രീതിയിൽ സ്വഭാവ ഗുണങ്ങൾ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ, ഈ മകളെ നിങ്ങൾ എന്താക്കുക, കുറച്ച് അലൗഡാകാൻ വേണ്ടി പറയുക. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ എല്ലാം ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആസ് എ പേരൻ്റ് എന്ന നിലയിൽ നമ്മളെപ്പോഴും നല്ലൊരു സുഹൃത്തും കൂടി ആയിരിക്കണം, നല്ലൊരു മദർ എന്ന നിലയിലും നല്ലൊരു ഫ്രണ്ടായിരിക്കണം, നല്ലൊരു മദർ ആയിരിക്കണം. എല്ലാ രീതിയിലും കൊണ്ട് നമ്മുടെ ഒരു അമ്മയെന്ന് അല്ലെങ്കിൽ ഒരു ഉമ്മയെന്ന് പറയുന്നത് ആ ഒരു മക്കളുടെ ഡോക്ടറാണ്, ടീച്ചറാണ്, അമ്മയാണ്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ഓളിനോളാണ്. അപ്പം
അങ്ങനെയുള്ള നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമാണോ അല്ലയോ, എത്രത്തോളം അവരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതും അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതും നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കിയിട്ടെടുക്കുക. നമ്മുടെ മക്കളെ നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് മനസ്സിലാക്കേണ്ടത്? ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ പല രീതിയിലും അവർ നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഷൗട്ട് ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ മക്കൾ പറയാൻ മടിക്കും, ഉറപ്പാണ്. പക്ഷേ അതേസമയം നിങ്ങൾ നല്ലത് പറയാനും ചീത്തത് അവോയ്ഡ് ചെയ്ത് നിർത്താനും അതിലേക്ക് പോകാതിരിക്കാനുമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വീഡിയോ ഒത്തിരി ലെങ്ത് ആയോ എന്ന് തോന്നുന്നു. അപ്പം ഒത്തിരിയേറെ പറയാനുണ്ട് എനിക്ക്. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് കാണും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ സന്തോഷം തന്നെയാണ് എനിക്ക്. വീണ്ടും ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ, അസ്സലാമു അലൈക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവർ അതുവരെ ടാറ്റ, ബൈ, അസ്സലാമു അലൈക്കും.